എല്ലാ മതങ്ങളും പൊതുവിൽ ചെയ്യുന്നത്, ഇസ്ലാമൊക്കെ അതിൻ്റെ അങ്ങേയറ്റമാണ്. അവർ നിരന്തരമായി ചെയ്യുന്ന എല്ലാ നല്ലതിനെയും ആരെങ്കിലും ഈ പറയുന്ന പല ചിന്തകന്മാരെ ഇത് നോക്കുക. ഞാനിതൊരു എത്തീസ്റ്റ് ബ്ലോഗർ ഒരു എക്സിൽ കുറിച്ച ഒരു കാര്യമാണ്. പുള്ളി പറഞ്ഞത്, നിങ്ങൾ ഇസ്ലാമൈസേഷൻ ഓഫ് ഹെററ്റിക്സ് ആൻഡ് എത്തീസ്റ്റ്, ഈ പറയുന്ന ഈ ഗോൾഡൻ ഏജിൽ ജീവിച്ചിരുന്നു, അന്വേഷണങ്ങൾ നടത്തി, കണ്ടെത്തൽ നടത്തി, ആൾജിബ്ര ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ഈ ചിന്തകന്മാരും എല്ലാവരും തന്നെ, ഒരാൾ ഇബിൻ സിന വാസ് കോൾഡ് ഇമാം ഓഫ് എത്തീസ്റ്റ്, അതായത് ഇമാം ഓഫ് എത്തീസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അൽ റാസി ദ ഹെററ്റിക്, അയാളുടെ പേരിന്റെ കൂടെ തന്നെ ഹെററ്റിക് എന്നുണ്ടായിരുന്നു. വാസ് ടോൾഡ് ദാറ്റ് ഹി ഷുഡ് ബി എക്സിക്യൂട്ടഡ്, കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെട്ട ഒരാളായിരുന്നു. അൽ കിൻഡി ഡിസഗ്രീഡ് വിത്ത് ദ ഖുറാൻ, ഖുറാനെ എതിർത്ത ആളായിരുന്നു. ഇബിൻ ഹയാൻ വാസ് അക്യൂസ്ഡ് ഓഫ് ബീയിങ് എ മജീഷ്യൻ, ഒരു മജീഷ്യൻ ആണെന്നുള്ള കുറ്റാരോപണം നേരിട്ട ആളാണ്. അൽ ഫറാബി an atheist who called all prophets liars, എല്ലാ പ്രവാചകന്മാരും കള്ളന്മാർ. രവിചന്ദ്രൻ എന്താണ് പറഞ്ഞത്? ഇബ്നു സീന നിരീശ്വരവാദികളുടെ നേതാവാണെന്ന്, എത്തിസ്റ്റുകളുടെ ഇമാമാണെന്ന്. രവിചന്ദ്രൻ അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ സ്തുതി എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണോ പ്രസംഗിക്കുന്നത്? ഇത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥാണ്, കാനോൻ ഓഫ് മെഡിസിൻ, അൽ ഖാനൂൻ ഫി തിബ്ബ് എന്ന അറബി ഗ്രന്ഥം, 1ാം വോള്യാണിത്. ഇതിന്റെ തുടക്കം അദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെയാണ്? അൽഹംദുലില്ലാഹി ഹംദൻ യസ്തഹിഖുഹു, അള്ളാഹുവിന് ഏറ്റവും അർഹതപ്പെട്ട വിധത്തിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. വസ്സലാത്തു അലാ സയ്യിദിന മുഹമ്മദിൻ നബിയി വ ആലിഹി, മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബത്തിനും അള്ളാഹു രക്ഷയും സമാധാനവും ചൊരിയട്ടെ. ഇങ്ങനെയാണോ നിങ്ങൾ പ്രസംഗം ആരംഭിക്കാൻ? നിങ്ങളും ജബ്ബാറൊക്കെ എത്തിസ്റ്റുകളുടെ നേതാവ്, നിങ്ങൾ സത്യം വളച്ചൊടിച്ചോ? പക്ഷെ ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ നിങ്ങൾ അനുയായികൾ തന്നെ നിങ്ങളെ തള്ളിക്കളയൂടെ? പിന്നീട് രവിചന്ദ്രൻ നിരീശ്വരവാദി എത്തിസ്റ്റ് എന്ന് പ്രഖ്യാപിച്ചത് ആരെയാണ്? അൽകിന്ദിയെ. ഇദ്ദേഹത്തിനും കൂട്ടർക്കും സഹിക്കുന്നില്ല. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ശാസ്ത്രജ്ഞർ ഉണ്ട് എന്ന് ബോധ്യമായപ്പോൾ പിന്നെ അവരുടെ മുന്നിലുള്ള ഏക പോംവഴി അവരെ നിരീശ്വരവാദികളായി പ്രഖ്യാപിക്കുക എന്നതാണ്. ഇത് അദ്ദേഹം എഴുതിയ അൽകിന്ദി എഴുതിയ ഫൽസഫയിൽ എഴുതിയ റസായിലാണ്. ഇതിന്റെ 315ാമത്തെ പേജിൽ പറയുന്നതിന്റെ ആശയം ഞാൻ പറയാം. യത്തളിഹു ലക അന്നല്ലാഹ ജല്ല സനാഉഹു ഹുവൽ വഹുവൽ ഇന്നിയത്തുൽ ഹഖ്, അള്ളാഹു തീർച്ചയായും സത്യമാണെന്ന് നിനക്ക് വ്യക്തമാണല്ലോ. അല്ലത്തി ലം തക്കുൻ ലൈസ വലാ തക്കൂനു ലൈസൻ അബദൻ, അവൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇനി ഇല്ലാതാവുകയും ഇല്ല. ലാ ലം യസൽ വലാ യസാലു ഐസൻ അബദൻ, അവൻ എന്നെന്നും ഉണ്ടായിരുന്നു, എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. വ അന്നഹു ഹുവൽ ഹയ്യുൽ വാഹിദു അല്ലദി ലാ യതകസർ ബത്ത, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, ഏകനാണ്, അവനെ ബഹുത്വം ബാധിക്കുകയേ ഇല്ല. വ അന്നഹു ഹുവൽ ഇല്ലത്തുൽ ഊല അല്ലത്തി ലാ ഇല്ലത്ത ലഹ, അവൻ എല്ലാ ഉണ്മക്കും കാരണമാണ്, അവന്റെ ഉണ്മക്കൊരു കാരണവും ഇല്ലതാനും. ഇങ്ങനെ പറഞ്ഞ ഒരാളെ എത്തിസ്റ്റ് നിരീശ്വരവാദി എന്ന് പറയാൻ ഒരു ചില്ലറ ഉളുപ്പൊന്നു പോരാ മിസ്റ്റർ രവിചന്ദ്രൻ. രവിചന്ദ്രൻ പച്ചക്ക് നിരീശ്വരവാദിയാക്കി കളഞ്ഞത് 1100 വർഷം മുമ്പ് ജീവിച്ച അൽ റാസിയാണ്. ഈ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക 9ാം വോള്യത്തില് അദ്ദേഹം ഗ്രേറ്റസ്റ്റ് ഫിസീഷ്യൻ ആണെന്നും അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ യൂറോപ്പിൽ നൂറ്റാണ്ടുകളോളം പ്രസിദ്ധമായിരുന്നെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നിരീശ്വരവാദിയാക്കൽ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അൽ റാസി എഴുതിയ മറ്റൊരു ഗ്രന്ഥമാണിത്, അൽ അസ്റാറു വസിറുൽ അസ്റാർ എന്ന പച്ചമരുന്നുകളെ കുറിച്ചുള്ള ഈ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം തുടങ്ങുന്നത് അൽഹംദുലില്ലാ ഹംദൻ യുവാഫി നിഅമാഹു വയുല്ലാഹി അഫാലഹു വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി, അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു, മുഹമ്മദ് നബിക്കും കുടുംബത്തിനും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം ഉണ്ടാവട്ടെ. ഒരു നിരീശ്വരവാദി എത്തിസ്റ്റ് എഴുതിയതാണ്. എന്താ ചെയ്യുക? പിന്നെ അദ്ദേഹം എത്തിസ്റ്റാണ് എന്ന് പറഞ്ഞ ആരെക്കുറിച്ചാണ്? ചരിത്രത്തിൽ ഫാദർ ഓഫ് കെമിസ്ട്രി, രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജാബിർ ബിൻ ഹയ്യാനെ കുറിച്ച്. സൾഫ്യൂറിക് ആസിഡ് അദ്ദേഹമാണ് കണ്ടുപിടിച്ചത് എന്ന 1001 ഇൻവെൻഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. പല ആസിഡുകളെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നിരീശ്വരവാദിയാക്കി. മാത്രമല്ല പ്രവാചകന്മാരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞു. ഇത് ജാബിർ ബിൻ ഹയ്യാന്റെ ഒരു ഗ്രന്ഥമാണ്. ഇതിന്റെ പേര് കിതാബ് സബീന. അദ്ദേഹത്തിന്റെ കൈയക്ഷരത്തിൽ തന്നെ ഇത് പ്രിന്റ് ചെയ്തു. ഇതിന്റെ തുടക്കം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടി തന്നെ കാണിക്കാം. അദ്ദേഹത്തിന്റെ കൂടെ അറബി അറിയുന്ന അത്യാവശ്യം ആളുകൾ ഉണ്ടാവില്ല. പിന്നെ ഹിന്ദുക്കളിൽ മുസ്ലിങ്ങളൊക്കെ കുറച്ചൊക്കെ സത്യസന്ധർ കൂടെ ഉണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ ഇത് കാണിക്കാം. കിതാബ് സബഈൻ, ജാബിർ ബിൻ ഹയ്യാൻ. ഇതിന്റെ ആദ്യ പേജിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി, അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ ശേഷം പറയാം
വതആല അമ്മാ യഖൂലുൽ മുബ്തിലൂന ഉലുവൻ കബീറ. നിരർത്ഥകന്മാർ പറയുന്നതിൽ നിന്നും അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു. ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും സി രവീന്ദ്രനെ. നിരർത്ഥകനാണല്ലോ അദ്ദേഹം. പിന്നെ സി രവിചന്ദ്രന്റെ പക്ഷം മറ്റൊരു നിരീശ്വരവാദി എത്തിസ്റ്റാരാണ് അൽ ഫറാബി. അൽ ഫറാബി എഴുതിയ കിതാബു തൻബീഹാണിത്. അൽ ഫറാബി ഇദ്ദേഹം നിരീശ്വരവാദി എന്നാണ് പറയുന്നത്. പക്ഷെ ആ നിരീശ്വരവാദി തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ? പുസ്തകം ഇങ്ങനെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതെങ്ങനെ ഒരു നിരീശ്വരവാദി ഇങ്ങനെ തുടങ്ങിയ? മിസ്റ്റർ രവീന്ദ്രൻ, താങ്കളുടെ ചാണകവെള്ളം കലർന്ന ബുദ്ധിയുമായിട്ട് ഇങ്ങോട്ട് വരരുത്. അത് അനുയായികളെടുത്ത് മതി. മനസ്സിലായോ?